പേര് സുരേഷ്. എസ്.ഐ.ആറുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്.ഐ.ആറിൻ്റെ ഇപ്പോൾ നിലവിൽ 99% പൂർത്തിയായിട്ടുള്ളതുകൊണ്ട് നിലവിൽ ഇവിടെ ഒരു ആൾക്കാരുടെ തള്ളിക്കയറ്റമൊന്നും അങ്ങനെ ഇല്ല. 1.5 മാസം കൊണ്ട് തുടങ്ങിയ ഒന്ന് എസ്.ഐ.ആറാണ്. അപ്പം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കെൽപ്പാമിൻ്റെ കീഴിൽ വരുന്ന പ്രോഡക്റ്റ്സാണ്. 4 തരം പ്രോഡക്റ്റ്സ് അവൈലബിൾ ഉണ്ട്. ഇന്ന് വന്നിട്ട് ജീരക സോഡയാണ്. ഇന്ന് വന്നിട്ട് ഓറഞ്ച്, ഇന്ന് വന്നിട്ട് ലെമൺ. 3 ടൈപ്പ് ഫ്ലേവേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ മാക്സിമം ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണ്. കൂടുതലായിട്ടും കൽക്കണ്ടമാണ് യൂസ് ചെയ്യുന്നത്. അതിനാണ് ഇന്ന് പാം കോള എന്ന് പറയുന്നത്. മാക്സിമം കൽക്കണ്ടമാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ വളരെ കുറച്ചാണ്. അത് മാത്രമല്ല കാർബണൈസേഷൻ വന്നിട്ട് വളരെ കുറവാണ്. ഗ്യാസ് വളരെ കുറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് ബോഡിക്ക്. അതിനുവേണ്ടിയാണ് കേരള സർക്കാർ ഈ ഒരു ഉൽപ്പന്നം നമുക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. വളരെ നല്ല സെയിൽസാണ്. വാങ്ങുന്നവർ വീണ്ടും വന്ന് തിരിച്ചു വന്ന് വാങ്ങുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ കൂടെ വേറെ 2-3 പ്രോഡക്റ്റ് വരാനുണ്ട്. അത് ഇനിയും അവൈലബിൾ ആയിട്ടില്ല. ഗുവ വരുന്നുണ്ട്, കരിക്ക് വരുന്നുണ്ട്, ജിഞ്ചർ ലെമൺ വരുന്നുണ്ട്. അതെല്ലാം ഉടനെ പ്രോഡക്റ്റ് വരുന്നതായിരിക്കും. വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. എൻ്റെ പേര് നിമിഷ. എൻ്റെ ഷോപ്പിൻ്റെ പേര് ദ കാഞ്ചി ടൈൽസ് എന്നാണ്. ഞാൻ നോർമലി ട്രഡീഷണൽ കാഞ്ചീപുരമാണ് ചെയ്യാറ്. ഓൺലൈനായിട്ടാണ് സെയിൽസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ കൂടുതലും കുട്ടികൾ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്ക് നോക്കുന്നതുകൊണ്ട് ജെനിം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രാൻഡ് ഇപ്പോൾ ആണ് ഞാൻ ലോഞ്ച് ചെയ്തത്. ഇപ്പം മറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി 1000 കളക്ഷൻസ് ആണ് ഇവിടെ കൂടുതലും. കോട്ടൺ, സെമി സിൽക്ക്, സെമി മോഡലൊക്കെ ആണ് കൂടുതലും വെച്ചിരിക്കുന്നത്. IFFKക്ക് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ എനിക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് കിട്ടി. അപ്പം ഭയങ്കര രസമാണ്. അവർ ഉടുത്തിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ്. എൻ്റെ പേര് അൽവിന. ഞാൻ 4th Wave ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ 4th Wave ഫൗണ്ടേഷന് കേരളയിൽ നടത്തുന്ന പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് വേണ്ട. നമ്മൾ കുട്ടികൾക്കിടയിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ എതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ മെയിൻലി നമ്മുടെ ഫോക്കസ് സബ്സ്റ്റൻസ് അബ്യൂസ് പ്രിവെൻഷൻ ആണ്. സോ ഇന്ന് നമ്മൾ ഈ സ്റ്റോൾ ഇട്ടേക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ആസ് അഡൾട്ട്സ് നമ്മുടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ, നമ്മുടെ സൊസൈറ്റിയിലെ കുട്ടികളുടെ ടുവേർഡ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വേണ്ട കുട്ടികൾക്ക് വേണ്ടി തന്നെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ പ്രൊജക്റ്റ് ത്രൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ അവയർനെസ് സെഷൻസ് എടുക്കാറുണ്ട് സ്കൂൾസിൽ പോയിട്ട്. അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അവരുടെ ചുറ്റും ഉള്ള ആൾക്കാർക്ക്, അതായത് പേരൻസ്, ടീച്ചേഴ്സിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്സ് നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ പഞ്ചായത്തിൻ്റെ അസോസിയേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്. കുട്ടികളോട് നമ്മൾ ഒരു കാര്യത്തിനോട് വേണ്ട എന്ന് പറയുമ്പം അവരുടെ മനസ്സിൽ തന്നെ എന്തിനോട് വേണമെന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾട്ടർനേറ്റീവ് പെർസ്യൂട്ട് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. സോ ത്രൂ സമ്മർ ക്യാമ്പ്സ്, അതുപോലെ നമുക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ്സ് ആനുവലി നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ പേര് വേണ്ട കപ്പ് എന്നാണ്. അപ്പോൾ ഈ 2025 തന്നെ നമുക്ക് 10 ഡിസ്ട്രിക്ട്സ് അടങ്ങിയാണ് നമ്മൾ ആ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ആസ് അഡൾട്ട്സ് കുട്ടികളുടെ ചെവിയിലൊരു മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അഡൾട്ട്സ് അവർക്ക് വേണ്ടിയുള്ള ഹെൽത്തി ചോയ്സസ് എടുക്കാനുള്ള ആ ഒരു മെസ്സേജ് നമ്മളായിട്ട് അവർക്ക് കൊടുക്കണം. അവർക്ക് വേണ്ടിയുള്ള ഒരു ഹെൽത്തി റോൾ മോഡൽസ് ആവണം എന്നാണ് നമ്മുടെ ഈ സ്റ്റോളിൻ്റെ ഉദ്ദേശിച്ച മെസ്സേജ്. ഇപ്പം കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷമാണെങ്കിലും നമ്മൾ ഇതിന് മുമ്പ് സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനൽസും ആളുകളൊക്കെ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു, നല്ല പ്രൊജക്റ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മാനവീയത്വ ഒരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു, പ്രിവെൻഷൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് യൂത്താണല്ലോ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂത്ത് സബ്സ്റ്റൻസ് അബ്യൂസിനെതിരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നൊരു ആശയമായിട്ടാണ് നമ്മൾ ആ ഇൻസ്റ്റലേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷം മാനവീയ വേദിയിലായിരുന്നു. ഈ വർഷം പിന്നെയും നമ്മൾ സ്റ്റോളായിട്ട് വന്നതായിരുന്നു. ഇതേപോലെ ആളുകളെ കണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിനൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാവരും. December 20th ലുലു മോളിൽ വെച്ചൊരു മ്യൂസിക് ഫെസ്റ്റിവൽ വരിക. യൂഫോറിയ എന്നാണ് പേര്. ഇതാണ് സാധനം. 6 ബാൻഡ് വരുന്നുണ്ട്. ബ്ലഡിവുഡ്, അവിയൽ, ആരോഗ്യ, ജാനു, കൃഷ്ണൻ, ലിഹം, കാവ്യം. സോ അപ്പം ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടിരിക്കും. ഒരു സുശാന്ത് എന്നാണ്. ഇവിടെ യൂഫോറിയ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഫെസ്റ്റിവൽ വരിക December 20 ലുലു മോളിൽ വെച്ചിട്ടാണ്. പരിപാടി വന്നിട്ട് ഈവനിങ് 4 to നൈറ്റ് 10 വരെ പോവും. 6 ബാൻഡാണ് ടോട്ടൽ വരുന്നത്. ബ്ലഡിവുഡ്, അവിയൽ, ആരോഗ്യ, ജാനു, കൃഷ്ണൻ, ലിഹം, കാവ്യം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ IFFKയിൽ വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. ആൻഡ് ഇഫ് യു ക്യാൻ സ്കാൻ ദിസ് QR കോഡ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇൻഫർമേഷൻ കൊടുക്കും. ഇവിടെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങും ഉണ്ട്. ഓഫ്ലൈനായിട്ടാണെങ്കിൽ ടിക്കറ്റിന് ഓൺലൈനിൽ നിന്ന് കൺവെൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഡിസ്കൗണ്ടഡ് റേറ്റിന് കിട്ടും IFFKയിൽ വരുന്നവർക്ക്. ഇത് എറണാകുളം ബേസ്ഡ് ഒരു ഫിലിം സ്കൂളാണ്, ചാവറ ഫിലിം സ്കൂൾ. ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. CMI സഭയുടെയാണ്. ഇവിടെ 8 സ്ട്രീമിൽ കോഴ്സുകളുണ്ട്. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ഡബ്ബിംഗ്, ആക്ടിംഗ്, ഓഡിയോഗ്രാഫി, ഗ്രാഫിക്സ്. ഈ 8 സ്ട്രീമിൽ കോഴ്സുകളുണ്ട്. ഒരു വലിയ ലാർജ് ഫെസിലിറ്റിയാണ്. ഒരു 450 പേർക്ക് ഇരിക്കാവുന്ന 4K തിയേറ്റർ, പിന്നെ നല്ല മിക്സിംഗ് സ്റ്റുഡിയോ, അറ്റ്മോസിൻ്റെ മിക്സിംഗ് സ്റ്റുഡിയോ, ഡബ്ബിംഗ് സ്റ്റുഡിയോ,
ഇതെല്ലാമുള്ള വലിയൊരു ആക്ടിങ് ഫ്ലോറുണ്ട്. അങ്ങനെ 3 നിലകളിലായിട്ടുള്ള വലിയൊരു ഫിലിം സ്കൂളാണ്. യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഫിലിം സ്കൂൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തുടക്കമാണ്, 4 മാസമായിട്ടുള്ള ആദ്യത്തെ അക്കാഡമിക് ഇയറാണ്. ആദ്യത്തെ ബാച്ച് ഇപ്പോൾ പുറത്തു വരും. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയോടുകൂടി ആദ്യത്തെ ബാച്ച് പുറത്തു വരും. ആദ്യത്തെ ബാച്ചാണ്. കൊച്ചിയിലാണ് ഞങ്ങളുടെ ക്യാമ്പസ്. ക്യാപ്റ്റൻ വെള്ളം എന്നീ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത, മേരിയ വസുവിനൊക്കെ ഡയറക്റ്റ് ചെയ്ത പ്രജേഷ് സെന്നാണ് അക്കാഡമിക് ഹെഡ്. പിന്നെ ഒരുപാടുണ്ട്. പുഷ്പഗിരി, രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. തൃശ്ശൂർ ഒരു ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. രാജഗിരി എഡ്യൂക്കേഷൻ എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം CMI എൻക്വയറീസ് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആളുകൾക്കിടയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കൂടി ഫെമിലിയറായി വരികയാണ് കേരളത്തിൽ. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം പിന്നെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഋഷഭ എന്നുള്ള സിനിമയുടെ പ്രിവ്യൂ അവിടെ വെച്ചിട്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് വേണ്ടി മാത്രം വ്യക്തിപരമായിട്ട് വന്ന് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ ഒരു നാടകം ഈ അടുത്തിടയ്ക്കുണ്ടായി. പിന്നെ ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു, റിമ കല്ലിങ്കൽ, നവ്യ നായർ, ഇവരെല്ലാം സ്ഥിരമായിട്ട് അവിടുത്തെ തിയേറ്ററിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ 28-ാം തീയതി പട്ടണം റഷീദിൻ്റെ ഒരു നാടകം ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് പരിപാടികളുള്ള ഒരു ഫിലിം സ്കൂൾ കൂടിയാണ്. അല്ല, ഞങ്ങളിപ്പോൾ തുടങ്ങിയല്ലേ. ഞങ്ങളുടെ ആദ്യത്തെ IFFK ആണ് ചാവറ ഫിലിം സ്കൂൾ തുടങ്ങിയതിന് ശേഷം. ഞാനൊക്കെ വ്യക്തിപരമായിട്ട് കുറേ വർഷം മുമ്പ്, 10-25 കൊല്ലം മുമ്പ് IFFKയിൽ വന്നിരുന്ന ആളാണ്. കുറേ വർഷങ്ങളോളം വന്നിരുന്നതാണ്. എൻ്റെ പേര് ശ്രീജിത്ത്. പാലക്കാടാണ് വീട്. ശരി. എൻ്റെ പേര് സരിത എന്നാണ്. ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. നഴ്സിംഗ് ഓഫീസറാണ് ഞാൻ. ഞങ്ങൾ മോസ്റ്റ്ലി ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ ടീമാണ്. ഞങ്ങൾ NHMൻ്റെ ഇതിലാണ് താഴത്തെ സ്റ്റോള്. അപ്പോൾ ഞങ്ങളത് മെഡിക്കൽ ടീമിൻ്റേതാണ്. അപ്പോൾ നമ്മൾ 2 നഴ്സുമാരും 2 നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് ഉള്ളത്. അതിൽ ഈ ടീമിൻ്റെ, അതായത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ വെള്ളിയാഴ്ച വരെ ഞങ്ങളിവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ അത്യാവശ്യം തല ചുറ്റി വരുന്നതോ, ഇപ്പോൾ വീണിട്ടാണെങ്കിലോ, ബോഡി പെയിനോ കോൾഡോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് എയ്ഡായിട്ട് ഞങ്ങൾ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതർ ഹയർ ഹോസ്പിറ്റലിലോട്ട്, അതായത് ജനറൽ ഹോസ്പിറ്റലിൽ പോയി കാഷ്വാലിറ്റി കാണിച്ച് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്രാക്ചറായിട്ടൊക്കെ ഒരു പേഷ്യൻറ്റ് വന്നായിരുന്നു. രാവിലെ ഫോൾ ഡൗൺ ആയിട്ടൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഞങ്ങൾ ഡൈക്ലോജെൽ കൊടുത്തു, പെയിൻ കില്ലർ ടാബ്ലറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്റേ എടുത്ത് കാഷ്വാലിറ്റി കാണിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് രാവിലെ. പിന്നെ എമർജൻസി അങ്ങനെ നടന്നു പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ 108 അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി വീണിട്ട് അങ്ങനെ ഞങ്ങൾ 108 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് സന്തോഷ്, ചിന്ത പബ്ലിഷേഴ്സ് എന്നാണ്. ഇവിടെ ഇപ്പം ഈ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുള്ള ബുക്കുകളും ഇംഗ്ലീഷിലുള്ള ബുക്കുകളും വച്ചിട്ടുണ്ട്. കൂടാതെ ചിന്തയുടെ ക്ലാസിക് വർക്കുകളും വച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ കേരള പോലീസിൻ്റെ പോൾ ബ്ലഡ് എന്ന പ്രൊജക്റ്റിൻ്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലാണ്. ഇത് സിനി ബ്ലഡ് എന്നൊരു പ്രൊജക്റ്റാണ്. കേരള പോലീസിൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ സ്കീമുണ്ട്, പോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ. പോൾ ബ്ലഡും ചലച്ചിത്ര അക്കാദമിയും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും കൂടി ചേർന്നിട്ടാണ് ഈ സിനി ബ്ലഡ് പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മുൻ ചെയർമാനായിരുന്ന പ്രേംകുമാർ സാറിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഈ സിനി ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന യുവാക്കളിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു സംസ്കാരം, കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി ഗെയിമുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ യുവാക്കൾ എല്ലാവരും ഇത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രക്തദാനവുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയിലുള്ള ആളുകളും ഒക്കെ വലിയ രീതിയിലുള്ള സഹകരണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള വലിയ കാര്യം തന്നെയാണ് ശരിക്കും. ഇപ്പോൾ 2028 കൂടി കേരളത്തിലൊരു ബ്ലഡ് ഡൊണേഷൻ 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രക്തബാങ്കുകളിലെയും രക്തലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു വർഷം ഏകദേശം 6 ലക്ഷത്തോളം യൂണിറ്റ് ബ്ലഡാണ് വേണ്ടി വരുന്നത്. അത് മുഴുവൻ രക്തദാന ക്യാമ്പുകളിലൂടെയും വോളണ്ടറി ഡൊണേഷനിലൂടെയും കണ്ടെത്തുക, രോഗികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ബ്ലഡ് ബാങ്കിൽ നിന്ന് തന്നെ ആവശ്യമായ രക്തം അത്രയും കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അത് സാധ്യമാകുന്നത് വരെ നമുക്ക് വലിയ രീതിയിലുള്ള അവയർനെസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളം സാക്ഷരതയിൽ മുന്നിലാണെങ്കിലും രക്താവബോധം ശരിക്കും പറഞ്ഞാൽ വളരെ പിന്നിലാണ്. എന്ത് പറയുക, അജ്ഞതകളുടെ കൂമ്പാരമാണ് ഓരോ മനുഷ്യരിലും ഉള്ളത്. ബ്ലഡ് കൊടുത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോകും, അത് ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ ഈ അജ്ഞതകളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വരുന്നുണ്ട്. ആളുകൾ ഒത്തിരി പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ റോഹൻ പണിക്കർ. ഇപ്പോൾ ഇവിടെ IFFKയുടെ ഭാഗമായിട്ട് പോൾ ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവാണ്, കേരള പോലീസിൻ്റെ ഇനിഷ്യേറ്റീവാണ് ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ കാരക്കുളം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഉള്ള ഒരു കൊളാബറേഷൻ വഴിയാണ് ഇങ്ങനെ ഇവിടെ എത്തിയത്. ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ഇപ്പോൾ നടന്നു വരികയാണ്. 12th മുതൽ 19th വരെയാണ് ഇവിടെ ക്യാമ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ അനുസരിച്ച് നല്ല രീതിയിലുള്ള യൂത്തിൻ്റെ ഇടയിലും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നല്ല ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട്.
ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ഈ ക്വസ്റ്റ്യനെയർ അനുസരിച്ചായിരിക്കും നമുക്കത് ഈ വ്യക്തി ബ്ലഡ് ഡൊണേഷന് ക്യാപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോസസ്സ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബൈ. എൻ്റെ പേര് ശിവരാജ് എന്നാണ്. ഞങ്ങളത് വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ കീഴിലുള്ള വരുന്ന പല പല യൂണിറ്റിലുള്ള പ്രോഡക്റ്റുകളാണ്. നാഷണൽ അവാർഡ് കിട്ടിയ കൃഷ്ണനാഥ് സാറിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. ഇത് മണൽ ചിത്രങ്ങളാണുള്ളത്. ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മണൽ ചിത്രങ്ങളാണ്. പിന്നെ ഈ ബാമ്പു ആർട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രാസിൻ്റെ ഉണ്ട്, പിന്നെ ഈ വാഴനാരിലേക്ക് ഉണ്ടാക്കുന്ന കുട്ടകൾ, അങ്ങനത്തെ സാധനങ്ങൾ, മ്യൂറൽ പെയിൻറ്റിങ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. 9 മുതൽ രാത്രി 9 മണി വരെയാണ് സമയമുള്ളത്. പിന്നെ ഈ കഥകളി വന്നിട്ട് ഇത് ലൈവ് സ്റ്റഡിയാണ്. നമ്മുടെ കലാമണ്ഡലം ഗോപിയാശൻ്റെ സ്കൾപ്ചറാണ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒറിജിനൽ കഥകളി വേഷം ചെയ്യുന്ന അതേ കോസ്റ്റ്യൂമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയാണ്. പ്രത്യാശ കാറ്ററിംഗ് സർവീസ് അതാണ് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര്. ആവിയിൽ പുഴുങ്ങിയ സ്നാക്സുകളും പിന്നെ എണ്ണപ്പലഹാരങ്ങളും, ചായ, കോഫി, കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഇതൊക്കെ ജ്യൂസുകളും ഇതാണ്. സാറ്റിസ്ഫൈഡ് ആണ്. ശരി, ഓക്കെ, താങ്ക് യു.
ചലച്ചിത്ര പ്രതിഭകളെ കാണുമ്പോൾ ആ പഴയ കാര്യങ്ങൾ നന്നായിട്ട് ഓർക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു തിരശ്ശീലയെ പോലെ നമ്മുടെ മനസ്സിലേക്ക് അതെല്ലാം വരുന്നുണ്ട്. എൻ്റെ ഒരു രാധാകൃഷ്ണൻ, സി രാധാകൃഷ്ണൻ. ഞാൻ റിട്ടയർഡ് ബാങ്ക് ഓഫീസറായിരുന്നു, റിട്ടയർ ചെയ്തു. അല്ലല്ല, ഞാൻ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആളാണ്. ജോലിയുള്ളപ്പം അവധിയെടുത്ത് വരുമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി പെറ്റ് ബോട്ടിൽസ്, നോർമലി ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് കൺവേർട്ട് ചെയ്ത് ക്ലോത്ത്സ് ആക്കുന്നൊരു ബ്രാൻഡാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ കോട്ടൺ ടീഷർട്ട്സ് അതുപോലെ തന്നെ പല ടൈപ്പ് ഫാബ്രിക്കുകളും ഉണ്ട്. അതിലിപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റാണ് അപ്സൈക്ലിംഗ് പെറ്റ് ബോട്ടിൽസ് ഇൻറ്റു ക്ലോത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീഷർട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു 10 ബോട്ടിൽസിൽ നിന്നാണ് പ്രൊഡക്ഷൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. ബോട്ടിലുകൾ ഷ്രെഡ് ചെയ്ത് ചെറിയ ഫ്ലേക്സ് ആക്കി മാറ്റി, അതിനെ ഫൈബേഴ്സ് ആക്കി മാറ്റി, അതിൽ നിന്ന് യാൺ ഉണ്ടാക്കി, ഈ യാൺ കൊണ്ടാണ് കംപ്ലീറ്റ്ലി ടീഷർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 10 ബോട്ടിലുകൾ കൊണ്ടാണ് ഈ ടീഷർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് ഉൾപ്പെടെ വളരെയധികം പ്രശ്നമാണ് ഭൂമിക്ക്. അപ്പോൾ അതെങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു വേസ്റ്റ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടൊരു മെറ്റീരിയലായിട്ട് ഉണ്ടാക്കാം, ഡെയിലി വെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസ്ഫുൾ തിങ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് നെയ്ത്ത് എന്നാണ്, NATH നെയ്ത്ത്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നെയ്ത്ത്.in ഈ വരുന്ന മാസം നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പ്ലാസ്റ്റിക്കുകളെ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് ക്ലോത്തിലൂടെ ആക്കുന്നത് മൂലം എക്സിസ്റ്റിംഗ് വേസ്റ്റുകളെ മാറ്റുന്നത് മാത്രമല്ലാതെ പുതിയതായിട്ടുള്ള വെർജിൻ പോളിസ്റ്ററിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആയിരിക്കും പ്ലാസ്റ്റിക് നിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ക്ലോത്തിങ് എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ സെയിൽസ് ഇല്ല, ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയോളജി പ്രോട്ടോടൈപ്പ് നമ്മൾ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഈ കമ്മിങ് മന്തിലായിരിക്കും വെബ്സൈറ്റ് മുഖേന സെയിൽസ് ഓൺ ആവുന്നത്. എൻ്റെ ഒരു വിഷ്ണു ഗോപാൽ. എൻ്റെ പേര് മോഹൻ നെയ്യാറ്റിൻകര. ഞാൻ സിനിമയിൽ ആർട്ട് വർക്കാണ്. 30-35 വർഷത്തോളം ആർട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ എൻ്റെ ഒരു കരകൗശലം പോലത്തെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ചെയ്തുകൂടെ വയ്ക്കുകയും പിന്നെ ആഗ്രഹപ്പെട്ട് ചോദിക്കുന്നവർക്ക് ചെറിയൊരു എമൗണ്ടിൽ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മൺമറഞ്ഞു പോയ ക്യാമറയുടെ മിനിയേച്ചറാണ്. ആയിരുന്നു, ഇപ്പോൾ ഇത് മിനിയേച്ചറാണ്. പിന്നെ ഈ കാണുന്നത് പ്രൊജക്ടർ 100-105 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൽ നിന്നാണ് പിന്നെ മറ്റുള്ള 35 mm സിനിമാസ്കോപ്പ് എല്ലാം ഇതാണ് ബേസ്, ഇതിൽ നിന്നാണ് പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്, ഈ മിനിയേച്ചർ ചെയ്തിരിക്കുന്നത് തേക്കും തടി, പിന്നെ വുഡ് പോളിഷ്, പെയിൻറ്റ്, പിന്നെ എൻ്റെ 2 കരങ്ങളും ഇത്രയും ഉപയോഗിച്ചാണ് ഈ മിനിയേച്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ മൂവി ക്യാമറകളും കഴിഞ്ഞ പ്രാവശ്യം ധാരാളം 4-5 ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നും. പിന്നെ ഇതിപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട് ചെയ്യാൻ കാരണം ഫിലിം ഇൻഡസ്ട്രിയിലെ ന്യൂ ജനറേഷനൊന്നും ആർക്കും അറിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നവർക്ക് അവർ ധാരാളം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ അവർക്കും കൂടി ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്നുള്ളൊരു ആശയം കൂടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ കഴിയുന്നത് ഓരോ ഫെസ്റ്റിവലിനും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം എനിക്ക് ഇതേപോലെ ഒന്ന് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. മറ്റു വെറൈറ്റികളുമായിട്ട് സെയിൽസായിട്ടല്ല, ആഗ്രഹം ഉള്ളവർക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഷോക്കേസിൽ വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചോദിക്കും ഇതെന്താണ് വില. അവർക്ക് ഞാൻ ഒരു ചെറിയൊരു പൈസ കൊടുത്തു, ഇതിൻ്റെ വിലയല്ല, ചെറിയൊരു എമൗണ്ട് ഈടാക്കിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. ഇതേപോലത്തെ 3-4 ടൈപ്പ് പാനാവിഷൻ, ആര്യഫ്ലെക്സ്, മിക്സൽ ക്യാമറ, അങ്ങനെ നമ്മളെ കേരളത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ക്യാമറകളെ പറ്റിയുള്ള മിനിയേച്ചർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അയ്യപ്പയിൽ ഞാൻ 20 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നു. ഈ ഫെസ്റ്റിവലിന് മാത്രം ധാരാളം അവരുടെ മറ്റ് ഇൻറ്റീരിയർ വർക്കുകളും മൊമെൻറ്റോസുകളും ഒക്കെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്.
നമ്മളതൊരു AI ഫിലിം മേക്കിംഗ് സ്കൂളാണ്. സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് പേര്. അതായത് സിനിമയെ AI-യിലൂടെ ഒരു ഐഡിയേഷൻ മുതൽ സ്ക്രീൻ വരെ എങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 3 മാസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതാക്കുന്നത്. ഒക്ടോബർ 15-ാം തീയതി കമലഹാസൻ സാറായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പം നമ്മളതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പവലിയൻ IFFK വേദിയിൽ സെറ്റ് ചെയ്തത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ളൊരു കമ്പനിയാണ്. എൻ്റെ പേര് വരുൺ രമേശ് എന്നാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് AI ഫിലിം മേക്കിങ്ങിൽ വർക്ക്ഷോപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മെൻറ്ററാണ്. IFFK ഏതാണ്ട് 2015 മുതൽ ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു. ഏഷ്യാനെറ്റ്, മാതൃഭൂമി ഒക്കെ ഉണ്ടായിരുന്നു, റിപ്പോർട്ടർ ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പുമായിട്ട് വന്നിരിക്കുക. ഇതിൻ്റെ അല്ലേ അത് ഇത് ചില്ല സെൻറ്റർ ഫോർ ഹാബിലിറ്റേഷൻ എന്ന സെൻ്ററാണ്. ഓട്ടിസം ഡെവലപ്മെൻറ്റ് ഡിസോർഡറൊക്കെ ബാധിച്ച കുട്ടികളെ പരിശീലിപ്പിച്ച് തൊഴിൽ നേടിക്കൊടുക്കുന്നൊരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഒരു 3 ഇയർ കോഴ്സിലൂടെ അവരെ കടത്തിവിട്ട് അവർ സ്കില്ല് കണ്ടെത്തി കമ്പനികളിലേക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എത്ര നമ്മൾ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു മോഡറേറ്റ് ലെവൽ ഓട്ടിസി കുട്ടികളാണെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല കമ്പനികൾക്ക്. അപ്പോൾ അവർ നമ്മൾ ഷെൽട്ടർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ ആഭരണങ്ങൾ ഉണ്ടാക്കുക, ബാഗ് പ്രിൻറ്റിങ് ഇതൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു ലെവലിഹുഡ് സാധ്യമാക്കുക എന്നുള്ളത്. അത് അതിൻ്റെ ഭാഗമായിട്ട് IFKയിൽ അവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കുന്നതിൻ്റെ തുടർ പഠനത്തിൻ്റെ ഭാഗത്താണ് ഒരു കോഫി ഷോപ്പ് ഉണ്ടാക്കി. ഇവിടെ 2 വെറൈറ്റി കോഫി ഉണ്ട്. ഗ്രേപ്പിൻ്റെ ടീ ഉണ്ട്, പൈനാപ്പിളിൻ്റെ ടീ ഉണ്ട്. ഇത് 2 കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഫ്ലേവറാണ്. എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഇത്രയും ദിവസം ഫ്രീ ആയിരുന്നു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ വരുന്നൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഗവൺമെൻറ് കീഴിൽ വരുന്ന സ്ഥാപനമാണത്. അതുകൊണ്ട് നമുക്ക് പൊതുവിൽ നോർമൽ റേറ്റാണ് വരുന്നത്. അതായത് 40 to 60% ഡിസ്കൗണ്ട് റേറ്റിട്ടാണ് നമുക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. മെഡിക്കൽ കോളേജിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ മെയിൻ ലാബ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് പ്രോസസ്സിംഗ് യൂണിറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷനും ബാക്കി കൂടാതെ സ്കാനിങ് സംവിധാനങ്ങളും എല്ലാം നമുക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു തിരുവനന്തപുരത്തും സിറ്റിക്ക് പുറത്തുമായിട്ട് ഒരു 23 സെൻറ്ററുകൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അവിടുന്ന് കളക്ട് ചെയ്ത് മെഡിക്കൽ കോളേജിലൂടെയാണ് പ്രോസസ്സിങ് വരുന്നത്. പിന്നെ HLL തന്നെ പ്രോഡക്ട്സിലാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അതിൽ എൻകപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ സെയിലും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഹെൽത്ത് ലാബ്സിൽ ഇതിൽ ഹോം കളക്ഷൻ സൗകര്യം അവൈലബിൾ ആണ്. IFFKയിൽ നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റാൾ ഇടുന്നത്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് നമ്മുടെ ലാബിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ അവർക്ക് റിസൾട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്ന സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറാണ് ഞാൻ. കേരള മീഡിയ അക്കാഡമിയിൽ പഠിക്കുവാണ്. മീഡിയ അക്കാഡമിയിൽ ഒത്തിരി കോഴ്സസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഉണ്ട്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. ഇവിടെ ഓഡിയോ പ്രൊഡക്ഷനും സൗണ്ട് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട്. ജേർണലിസം അങ്ങനെയുള്ള കോഴ്സ് കൊച്ചിയിലുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ഒരു പുസ്തക പ്രദർശനമാണ്. പലതരത്തിലുള്ള മീഡിയ മാധ്യമ പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരള ബാങ്കിൻ്റെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, സ്കീമുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലോൺ സ്കീമുകളുണ്ട്. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട്. പിന്നെ കാർ ലോണുണ്ട്. വനിതകൾക്ക് വേണ്ടി 2 വീലർ ലോണുകൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ സ്കീം നമ്മൾ സ്കിൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രവാസി ഭദ്രത സർക്കാരിൻ്റെ സബ്സിഡിയോടുള്ള ലോണുകൾ പ്രവാസികൾക്കായി കൊടുക്കുന്നുണ്ട്. എൻക്വയറീസ് വരുന്നുണ്ട്. നൂറ. ഇത് നമ്മൾ ആക്ച്വലി LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രൊമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സ്റ്റോളാണ്. 2025 നല്ല വിജയകരമായി നടന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. 1500ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ 2026 ഏപ്രിലിൽ വരുവാണ്. കൊച്ചി കലൂർ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരിക്കും നടക്കുന്നത്. കമൽ സാറാണ് ജൂറി ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ 100+ അവാർഡ്സും ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് വരുന്നത് 1 lakh rupees മെമെൻറ്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ ഷോർട്ട് ഫിലിം സബ്മിഷനെ പറ്റിയിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റി റിവ്യൂസ് ഉണ്ട്. ഇത് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ആപ്പാണ്. ഫിലിംസിൽ യൂസ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന ഫിലിമിലെല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷൂട്ട് നടക്കുന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻസ്, ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ പനോരമ സ്റ്റുഡിയോസ്, ഇവരുടെയൊക്കെ പുതിയ മൂവീസ് ഈ ആപ്പ് വഴി ആണ് ചെയ്യുന്നത്. ഇതിൽ ADസിനും ബാക്കിയുള്ള ടീം മെമ്പേഴ്സ്, ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ, സിനിമാറ്റോഗ്രാഫർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഡയറക്ടർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആപ്പ്. ഇപ്പോൾ ഒരു തമിഴ് പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ AI ഇൻ്റഗ്രേഷനും നമ്മൾ അടുത്ത വേർഷനിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബീറ്റ ഇപ്പോൾ ടെസ്റ്റിങ്ങിലാണ്.
അല്ലല്ല, കഴിഞ്ഞ IFFKയിൽ നമ്മൾ ഉണ്ടായിരുന്നു. സ്റ്റോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ IFFIയിൽ വെച്ച്, ഗോയിൽ വെച്ചായിരുന്നു, ഇഫിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ഉണ്ട്. ഇവിടെ ഇൻഡസ്ട്രിയിലെ മെയിനായിട്ടുള്ള എല്ലാവരും വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ പിന്നെ വേറെ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വേറെ പ്രൊഡക്ഷൻ ഹൗസസും വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഡെമോ കൊടുക്കാൻ പറ്റിയാണ്. എൻ്റെ പേര് ഷമീർ. കേരള കരമാലിന്യ പരിപാലന പദ്ധതി കേരളത്തിലെ നഗരസഭകളിലെ എല്ലാ നഗരസഭകളിലും നടപ്പിലാക്കുന്ന വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതി പ്രധാനമായും 3 ഘടകങ്ങളിലാണ് ഇടപെടുന്നത്. നഗരസഭകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നത്, പിന്നെ ഗ്രാൻഡ് അനുവദിക്കുന്നത്, പിന്നെ അതുകൂടാതെ നമുക്ക് എന്താ പറയുക റീജിയണൽ ഫെസിലിറ്റീസ് സ്ഥാപിക്കുക എന്നുള്ള ഘടകത്തിലൊക്കെയാണ് പ്രധാനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റാളിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഒരു വിർച്വൽ റിയാലിറ്റി സംവിധാനമാണ്. എന്ന് പറയുന്നത് കേരളം മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളെങ്ങനെയാണ് ബ്രഹ്മപുരം മുമ്പ് എങ്ങനെയായിരുന്നു, ബ്രഹ്മപുരം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ ഒരു രൂപം. രണ്ടാമത്തെ നമ്മുടെ തന്നെ മലപ്പുറം ജില്ലയിൽ KSWMP ചെയ്തിട്ടുള്ള ഒരു മാലിന്യക്കൂനകൾ മാറ്റുന്ന ഡം സൈറ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു പ്രവർത്തനം. ഈ 2 കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. പ്രധാനമായും എങ്ങനെയാണ് നമ്മുടെ ഡം സൈറ്റുകൾ മാറേണ്ടത്, എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഹേവിയറൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ റീജിയണൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സംവിധാനം ഉള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന റീജിയണൽ ഫെസിലിറ്റീസ് സ്ഥാപിക്കുക എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇത് CNG പ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അതായത് എങ്ങനെയാണ് പറഞ്ഞ പോലെ തന്നെ കൂടുതലും നമ്മൾ കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റിനെ എങ്ങനെയാണ് CNG ആക്കി മാറ്റുക, വേസ്റ്റ് ടു എനർജി ആക്കി മാറ്റുന്നതിൻ്റെ ഒരു രൂപമാണിത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്, എങ്ങനെയാണത് ആവുന്നുള്ളത്. CNG ആയിട്ട് നമുക്കൊരു എന്താ പറയുക വാല്യൂബിൾ പ്രൊഡക്റ്റായിട്ട് മാറ്റി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാവുന്ന ഒരു സംവിധാനത്തിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള ഗെയിമുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ബിഹേവിയർ ചേഞ്ചിന് പലപ്പോഴും നമ്മളിങ്ങനെ ആളുകളായിട്ട് ഇൻട്രാക്റ്റീവായിട്ട് ഇടപെട്ടാൽ മാത്രമേ പല കാര്യങ്ങളിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയ ബോൾ എറിയുന്ന ചെറിയ ഗെയിമുകളും സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റോൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഹരിതകർമ്മസേന തന്നെ സംരംഭകരാണ്. അവർക്ക് ഒരു അഡീഷണൽ ഇൻകം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ നഗരസഭകളിലും ബിസിനസ് പ്ലാനുകൾ ആവിഷ്കരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗ്രാൻഡ് ഇനത്തിൽ തന്നെ തുക നൽകിയിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബ്രീഫിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ സ്റ്റാളിൽ നമ്മൾ റെഡിയാക്കി പറയുന്നത്. എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഇവിടെ KSWMP ജില്ലാ പദ്ധതി നിർവഹണ യൂണിറ്റിൻ്റെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് എന്നുള്ളതാണ് പൊസിഷൻ. CNG പ്ലാന്റ്സ് ഉണ്ട്. നമ്മളുടെ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫുഡ് വേസ്റ്റിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണല്ലോ നമ്മളിപ്പം മെയിനായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മുനിസിപ്പാലിറ്റികൾ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ചധികം ഒരു 30 TPD ഓളം വരുന്ന വേസ്റ്റിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. ആദ്യമായിട്ട് ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ ഒരു വാഹനങ്ങളിൽ കൊണ്ടുവന്ന് അത് കൺട്രോൾഡായിട്ട് ഇതിലേക്ക് വരുത്തിയിട്ട് അതിൻ്റെ ഒരു വെയിങ് ഒക്കെ എടുത്തിട്ട് അതിനുള്ളിലെ റിജക്ട്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ഫുഡ് വേസ്റ്റ് മാത്രമേ ഇതിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ മാറ്റും. അതിനുശേഷം ഇതൊരു മിക്സിംഗ് ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ഒരു ഹോമോജനൈസ്ഡായിട്ട് നിർത്തിയിട്ട് അതിനുശേഷം അതൊരു ഡൈജസ്റ്ററിലേക്ക് വിടും. ഡൈജസ്റ്ററിലേക്ക് വിട്ടിട്ട് അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഗ്യാസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും. അതിനകത്ത് മീഥേൻ ഗ്യാസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മാത്രം മതി. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അത് കാസ്കേഡ്സിലായിട്ട് ഒന്നെങ്കിൽ വെഹിക്കിൾസിന് ഡയറക്റ്റ് ഇതിനകത്തുനിന്ന് എടുക്കാം, അല്ലെങ്കിൽ കാസ്കേഡ്സ് ആയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനകത്തുനിന്ന് വരുന്ന സ്ലറിയെ നമ്മളൊരു ലഗൂണിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമുക്ക് പിന്നീട് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളുടെ കേരളത്തിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നടപ്പാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് CNG. ലിംഷ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ BP, ഷുഗർ ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. GRBS നോക്കും, BP നോക്കും. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ്. വെയിറ്റ് ഹൈറ്റ് നോക്കിയിട്ട് BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അല്ല, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ
പേര് ഷാനവാസ്. ഇവിടെ എങ്ങനെയാണ് ട്രെൻഡ്, അതായത് ഇപ്പോഴത്തെ സ്റ്റോറി ബുക്ക്സ്, കിഡ്സിൻ്റെ ബുക്സ് ഉണ്ട്, പിന്നെ മലയാളം ഫിക്ഷൻസ് അങ്ങനത്തെ ബുക്കുകളാണ്. ഇല്ല, നമ്മൾ 4 കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട് ആ സ്റ്റോളിൽ നിന്നുണ്ട്. കോണ്ടാക്ട് എന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, തിരക്കഥ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിന് ഇപ്രാവശ്യം നമ്മൾ 18th കോണ്ടാക്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ് നമ്മുടെ ഇത് വരുന്നത്. നമ്മുടെ എൻട്രി സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബറാണ്. അപ്പോൾ നമ്മൾ ഭാരത് ഭവനും ചലച്ചിത്ര അക്കാദമിയും കോണ്ടാക്റ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ സംരംഭം നടത്തുന്നത്. 12-ാം തീയതി തുടങ്ങിയ എക്സിബിഷനാണ്. 19-ാം തീയതി വരെ ഉണ്ടാവും. ഇതിനകത്ത് പഴയ പടങ്ങൾ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പഴയ കാലത്തുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കാണാനും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള അവരുടെ പേരടക്കമുള്ള ഫോട്ടോകളുണ്ട്. പിന്നെ പഴയ കാലത്ത് ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ള പടത്തിൻ്റെ സർവ്വ കട്ടിങ്ങും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴുള്ള തലമുറയ്ക്ക് അറിയാൻ വയ്യാത്ത പഴയ ആർട്ടിസ്റ്റുകളെയെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും കഴിയുന്നുണ്ട്. അത് എല്ലാവരും വന്ന് കാണുന്നുണ്ട്, കുട്ടികളടക്കം വന്ന് കാണുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. എൻ്റെ പേര് സ്വർണ്ണമ്മ. ലോകോത്തര സിനിമകളുടെ സമകാലികവും ചരിത്രപരവുമായ കാഴ്ചകൾ കോർത്തിണക്കി 2025 ഡിസംബർ 12 ആരംഭിച്ച 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തിച്ചേരുന്നവർക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയ വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്റ്റാളുകൾ വളരെ ശ്രദ്ധേയമായി. നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ, തിരുവനന്തപുരം.